പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ബാംബൂ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും മുളയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് മുളയല്ല. ഇത് എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ തലപ്പ് കണ്ടില്ലേ, ഏകദേശം ഒരു 35 അടി ഹൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ഒരു പേനയായിട്ടാണ്. എന്ന് വെച്ചാൽ മുളയുടെ പേനയായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മുളയുടെ പേന അന്വേഷിച്ചാണ് അവിടെ വന്നത്. പക്ഷെ നോക്കുമ്പോൾ നല്ല 35 അടി ഹൈറ്റിലിങ്ങനെ നിൽക്കണം. അപ്പോൾ അതിലത് ഒരെണ്ണം ഇന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതിൻ്റെ താഴെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ മുഴുവനും കാണുക, കാരണം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫുൾ ലെങ്ത് ആകുമ്പോൾ ഒരുപാട് നീളം വരുന്നതുകൊണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. അപ്പോൾ ഒരു ബാംബു പേനയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, ഇത്രയും നീളമുള്ള ഒരു മുളയെന്നാണ് ഇപ്പോൾ നമ്മൾ ഒരു പേന ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്ന് ഒറ്റ പേനേ നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും നീളം ഉണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല, ഒരു പേനേ നമുക്ക് ഇതിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇത് മുളയുടെ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മുളയുടെ ഏറ്റവും തലപ്പിലുള്ള ഭാഗമാണ്. കാരണം ആ വലിയ മുള മുറിച്ചാൽ ഒരു പേനേ കിട്ടുള്ളൂ. ആ മുളയിൽ ഒറ്റ പേന നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, റീഫില്ലെടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ബാംബു ഇതാണ്. ഇതിന്ന് ഏകദേശം അതിൻ്റെ ഉള്ളിലുള്ള വണ്ണം നോക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ. നമ്മളിത് കട്ട് ചെയ്ത് നോക്കണം, നമുക്ക് ഏത് ഭാഗമാണ് സെറ്റാകുമെന്നറിയില്ല. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് അങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, നമുക്ക് പോരാ, കുറച്ചും കൂടി ലൂസ് ഉണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ക്യാപ്പ് കയറുള്ളൂ. കുറച്ചുകൂടി ലൂസുള്ളത് വെക്കാം. ചിലപ്പോൾ ഇത് മതിയാവുക ഉണ്ടാവും. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യണത് രണ്ടാമത് പേനയുടെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ സാധനമാണ്. ഇത് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം, കണ്ടല്ലേ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊള്ളുന്ന രീതിയിലുള്ളൊരു ബാമ്പുവിൻ്റെ പീസ് നമുക്ക് എടുക്കണം. പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ബാമ്പു നമ്മൾ എടുത്തിട്ട് അതിനുള്ളിൽ വെക്കണം. ഇനി വേറൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് പറ്റുമോ നോക്കാം നമുക്ക്. ഇതിനുള്ളിൽ കൊള്ളുണ്ടെങ്കിൽ പോരാ, കുറച്ചും കൂടെ ഇറങ്ങണം ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ വലുതാണ് നമുക്ക് വേണ്ടത്. മുറിച്ചതിൻ്റെ ഈ സൈഡ് ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. ഇത് പോരാ, അത് കുറച്ച് കൂടുതലാണ് കണ്ടല്ലേ, ലൂസ് വരാൻ പാടില്ല. ഈ ഭാഗം നമുക്ക് കറക്റ്റാവും തോന്നുന്നു. ഇത് നമുക്ക് ശരിയാവുമെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ശരിയാവും ഉണ്ടോ. കറക്റ്റായിട്ട് ഇത്ര ലൂസ് വരാൻ പാടുള്ളൂ ഉണ്ടോ. കറക്റ്റായിട്ട് ഇറങ്ങണം. ഇതാണ് അതിൻ്റെ കണക്ക്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന രീതിയുണ്ട്. ഈ വണ്ണം അറിയാം, ഇത്രയും നീളം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി പോകണം. ഇത്രയും നീളം അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. അപ്പോൾ പാനയ്ക്ക് ബലം ഉണ്ടാവുള്ളൂ. ഉണ്ടല്ലേ, ഇത്രയും നീളം അങ്ങോട്ട് കയറി പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉണ്ടാക്കണമെങ്കിൽ അത്രയും നീളം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അളവ് 2 ഇഞ്ച് നീളത്തിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് നീളം ഒന്ന് മാർക്ക് ചെയ്യുക. ഏകദേശം ഒരു അളവ് മതി, കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയരുത്. എന്നിട്ട് അതൊന്ന് വെറുതെ ചെറുതായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അവർക്ക് എക്സബ്ലേഡ് വെച്ചിട്ട് വരെയും കൂടെ ഒന്ന് ലൈൻ ചെയ്യാം. ഇതിൻ്റെ അളവ് വരുന്നത് ടോട്ടൽ ഒരു 2.5 സെൻറ്റിമീറ്റർ എടുക്കാം. 6 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം നമുക്ക്. ടോട്ടൽ അളവ് 6 സെൻറ്റിമീറ്റർ. നമ്മുടെ പേനയുടെ നീളം അനുസരിച്ചിരിക്കും. പേന എത്ര നീളം കൂടുന്നു അതിനനുസരിച്ചിട്ട് ടോട്ടൽ ലെങ്ത്ത് കൂട്ടേണ്ടി വരും. ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വണ്ണത്തിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളയുടെ ഉള്ളിലേക്ക് കൊള്ളുന്ന രീതിയിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്ന രീതിയിൽ സാൻഡ് പേപ്പർ വെച്ച് കട്ട് ചെയ്യണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ കേട് വരും. അപ്പോൾ കേട് വരത്തിൽ ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ കത്തി കൊണ്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ ഇത് ലെവൽ ചെയ്യണം. സാൻഡ് പേപ്പർ കുറച്ച് റഫായിട്ടുള്ള സാൻഡ് പേപ്പർ എടുക്കുക. ഒരു നമ്പർ 80 ഒരു ഷീറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ റോള് കിട്ടും. റോളെടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് റബ്ബ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒന്ന് റൗണ്ടാക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വരുള്ളൂ. സാധാരണ ഈ റീഫിലൊക്കെ ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ടോട്ടൽ പേനയുടെ ലെങ്ത്ത് ഒരു 5.5 6 ഇഞ്ചിനോട് അടുത്ത് വരും ടോട്ടൽ വരുമ്പോൾ. അപ്പോൾ ഇത് ടോപ്പ് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ ഒരു 5.5 ഇഞ്ച്. ഈ പേനയൊക്കെ നമുക്കൊരു 5.5 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ പേന ബാമ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഈ 5.5 ഇഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു പേനയാണ്. അത് ഏകദേശം ഒരു 5, 5.5, 5.25 ഉണ്ട്. എൻ്റെ റീഫിൽ സാധാ റീഫില്ലാണ്. അപ്പോൾ അതുകൊണ്ടാണ്
ഇത് നമുക്കൊരു 5.5 ഇഞ്ച് ലെങ്ത്തിന് പിടിക്കാം. 4 ഇഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ വലിയ ഓട കട്ട് ചെയ്യാം. 4 ഇഞ്ചിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചിനാണ് നമ്മളിതിൻ്റെ വലിയ ഓട കട്ട് ചെയ്തിരിക്കുന്നത്. പേന ഇടാനുള്ള ഓട. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് കയറുക നോക്കാം അല്ലേ. ഉണ്ടോ, നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കി വെച്ചിട്ടില്ല, റബ്ബ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം അതിനുള്ളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് റബ്ബ് ചെയ്താൽ കുറച്ചും കൂടി ഒന്നിതാവും. നൈസായിട്ടുള്ള പേപ്പർ കൊണ്ട് ഒന്ന് പിടിക്കണം. അപ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് കയറും. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ കണ്ടില്ലേ, എൻ്റെ ഒന്നും വലിയൊരു സുഖമില്ല, അത് കറക്റ്റ് ചേർന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ലെവൽ ചെയ്യണം. സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് തന്നെ നന്നായി ഇങ്ങനെ വരച്ചെടുക്കണം, ചേർത്ത് വെച്ചിട്ട്. വെച്ച് കഴിഞ്ഞാൽ വീഴാൻ പാടില്ല. ഉണ്ട്, ചെറിയൊരു ചെരുവുണ്ട്. അപ്പോൾ ആ ചെരുവ് നമുക്ക് മാറ്റാം. അല്ലേ, അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ലെവലായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.